നമ്മൾ ആദ്യമേ കണ്ടു ഭയം എന്ന വിഷയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻവെൻട്രി അല്ലെങ്കിൽ ഫിയർ ഇൻവെൻട്രി പറഞ്ഞിരിക്കുന്ന ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായം 5-ൻ്റെ 67-ാമത്തെ പേജിലാണ് ഇംഗ്ലീഷിൽ. മലയാളം ബുക്കിൽ അത് 66ആണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. വി വാണ്ട് ടു ഗെറ്റ് റൈഡ് ഓഫ് ദ ഫിയർ ആൻഡ് റിസെൻമെൻറ്റ്സ് ദാറ്റ് കൺട്രോൾ അവർ തിങ്കിങ്, സോ എ പവർ ഗ്രേറ്റർ ദാൻ എനി വൺ ഓഫ് us ക്യാൻ ഡയറക്റ്റ് അവർ തിങ്കിങ് ഇൻസ്റ്റെഡ്. അതായത് നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭയത്തെയും നീരസത്തെയും നമ്മൾ എടുത്തു മാറ്റി നമ്മളുടെ ഒരു ഉന്നത ശക്തി നമ്മളുടെ നിയന്ത്രണത്തിലേക്കും നമ്മളെ നയിക്കുന്നതിലേക്കായിട്ട് വരേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഭയം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്തെ ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ ആശയങ്ങളിൽ നിന്നും അന്ന് കിട്ടിയ ഇമോഷൻസിൽ നിന്നും ആറ്റിറ്റ്യൂഡ്സിൽ നിന്നൊക്കെ ആയിരിക്കാം. അങ്ങനെ അത് ഡെവലപ്ഡായി ഇന്ന് നമ്മൾ ഒരു റിയലായിട്ടുള്ള ചിലപ്പോൾ അത് റിയലായിട്ട് നമുക്ക് തോന്നിക്കുന്ന തരത്തിൽ ഭയം വളർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു അവയർനെസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ പഴയ ചിന്തകളെയും ഭയത്തെയും മാറ്റി നമ്മളുടെ ഇന്നത്തെ പ്രവൃത്തികൾ നന്നാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിയർ ഇൻവെൻട്രി എടുക്കുന്നത്. അപ്പോൾ ഫിയർ ഇൻവെൻട്രി എടുക്കാനും നമ്മൾ റിസെൻമെൻറ്റ് അല്ലെങ്കിൽ നീരസത്തിൻ്റെ കോളം തയ്യാറാക്കിയതുപോലെ തന്നെയാണ് കോളം തയ്യാറാക്കുക. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്കറിയാം 3 കോളമാണ് ബുക്ക് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ ഹൂ, ആരാണ്, ആരോടാണ്, അല്ലെങ്കിൽ പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രിൻസിപ്പൾസ്, ആളുകളോട്, സ്ഥാപനങ്ങളോട്, തത്വങ്ങളോട് എനിക്ക് ഫിയർ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ ഹൗ ഹാവ് ദേ ഫ്രൈറ്റൺ ബി, അതെങ്ങനെ എന്നെ ഭയപ്പെടുത്തി, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഫിയർ ഉള്ളത്. മൂന്നാമത്തെ കോളത്തിൽ എന്തായിരുന്നു എൻ്റെ ഭാഗം, അല്ലെങ്കിൽ അതെങ്ങനെ എന്നെ അഫക്റ്റ് ചെയ്തു, എന്തുകൊണ്ട് എന്നെ അഫക്റ്റ് ചെയ്തു, എൻ്റെ അതിനോടുള്ള റിയാക്ഷൻ എന്തായിരുന്നു. ഇതാണ് നമ്മളവിടെ 3 കോളത്തിലായിട്ട് കാണുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഫിയർ അല്ലെങ്കിൽ FEAR എന്നീ പറയുന്ന 4 വാക്കുകൾ പല രീതിയിൽ കാണപ്പെടാറുണ്ട്. അതിനകത്ത് ഒരു ഇതാണ് ഫാൾസ് എക്സ്പെക്റ്റേഷൻസ് അപ്പിയറിങ് റിയൽ, അതായത് നമ്മളുടെ തെറ്റായ പ്രതീക്ഷകൾ ശരിയായി പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നു. അടുത്തത് ഫാൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ, അല്ലെങ്കിൽ തെറ്റായ തെളിവുകൾ ശരിയായി തോന്നിക്കുന്നു. ഫ്രസ്ട്രേഷൻസ്, ഈഗോ, ആൻഷൈറ്റി ആൻഡ് റിസെൻമെൻറ്റ്. നമുക്കറിയാം ഈ 3 F എന്ന വാക്കിന് ഫ്രസ്ട്രേഷൻ എന്നും, E എന്ന വാക്കിന് ഈഗോ എന്നും, A എന്ന വാക്കിന് ആൻഷൈറ്റി എന്നും, R എന്ന വാക്കിന് റിസെൻമെൻറ്റ് എന്നും എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആകുലത, ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാഭിമാനം, ആൻഷൈറ്റി എന്ന് പറയുന്നത് ഉത്കണ്ഠ, റിസെൻമെൻറ്റ് എന്ന് പറയുന്നത് നീരസം. പൊതുവായി ആൽക്കഹോളിക്സ് അനോണിമസിലെ ആളുകൾ ഒരു ഭയത്തെക്കുറിച്ച് പറയുന്നത് 8-10 പ്രധാനപ്പെട്ട ഭയമായിട്ട് പറയുന്നത് റിജക്ഷനാണ്. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഒഴിവാക്കുക, മറ്റുള്ളവർ എന്നെ ഒഴിവാക്കുക, ഞാൻ ഒറ്റപ്പെടുക. ബീയിങ് വാൾനറബിൾ, ലോൺലിനെസ്, ഞാൻ ഏകാന്തനായി പോവുക, ഞാൻ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതർ പീപ്പിളാണ് എപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന. നോട്ട് ബീയിങ് ഗുഡ് ഇനഫ്, ഞാനൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ല. നോട്ട് ബീയിങ് ലൗഡ്, ഞാൻ സ്നേഹിക്കപ്പെട്ടിട്ടില്ല. സ്പീക്കിംഗ് ഇൻ പബ്ലിക്, പിന്നെ പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നത്. വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് us, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്നാണ് ചിന്തിക്കുന്നത്. സമ്മൺ സീയിങ് ഹൂ വി റിയലി ആർ, ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് മറ്റുള്ളവർ കണ്ടുപിടിച്ചാലെന്നുള്ള ഭയം. ഫെയിലിയർ, പരാജയത്തെക്കുറിച്ചുള്ള ഭയം. സക്സസ്, വിജയത്തെക്കുറിച്ചുള്ള ഭയം. പീപ്പിൾ ലാഫിങ് അറ്റ് us, മറ്റുള്ളവർ എന്നെ കളിയാക്കി ചിരിക്കും എന്നുള്ള ഭയം. ലുക്കിംഗ് സ്റ്റുപ്പിഡ്, ഒരു സ്റ്റുപ്പിഡായിട്ട് എനിക്ക് തോന്നുകയാണ്. അതർ പീപ്പിൾ ഫൈൻഡിങ് ഔട്ട് വി ആർ ഫ്രൈറ്റൻഡ്, മറ്റുള്ളവർ ഞാൻ ഭയന്നുവോ എന്ന് ചിന്തിക്കുമോ എന്ന്. അതാണ് അതർ പീപ്പിൾ ഫൈൻഡിങ് ഔട്ട് വി ആർ ഫ്രൈറ്റൻഡ്. ഏതായാലും ഇത്തരം ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിയറിൽ വരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു
ചിന്തകളിലൂടെയാണ് ഭയം നമ്മളെ അല്ലെങ്കിൽ നീരസം നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചിന്തകളിലൂടെ ഭയവും നീരസവും നമ്മളെ ഭരിക്കുന്നത്? എന്താണ് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിന്തകൾ വരുന്നത്? കാരണം ചിന്തകൾക്ക് നമ്മളുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യം ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് യുവർ തിങ്കിങ് ഈസ് ദ പ്രോബ്ലം, അല്ലേ? തിങ്കിങ് ഈസ് ദ പ്രോബ്ലം, നോട്ട് ഡ്രിങ്കിങ്. നിങ്ങളുടെ കുടിയല്ല പ്രശ്നം, നിങ്ങളുടെ ചിന്തകളാണ്. അപ്പോൾ ഈ ചിന്തകൾ എന്തുകൊണ്ടാണ് മനുഷ്യന് വരുന്നത്? നമ്മൾ നീരസത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെ പറ്റിച്ച ഒരാളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പരീക്ഷയിൽ തോറ്റതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ പേടിച്ചിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ചില ആളുകൾ നമുക്ക് പറ്റിയ നഷ്ടങ്ങൾ, ചിലപ്പോൾ അത് ഒരാളുടെ മരണമായിരിക്കാം, സാമ്പത്തികപരമായ നഷ്ടങ്ങളായിരിക്കാം, ജോലി നഷ്ടമായിരിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ ആളുകൾ പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ ആളുകളാണെങ്കിൽ പോലും പല രീതിയിലാണ്. ചില ആളുകൾ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ അവർക്കുണ്ടാവുന്ന രോഗത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു വേദന വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും അത് ക്യാൻസറാണോ മറ്റ് പല രോഗങ്ങളാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വ്യാകുലപ്പെടുന്ന കുറേ ചിന്തകൾ നമുക്ക് എപ്പോഴും വരാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ഇത്തരം എന്ത് ചിന്തകളാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ബയോളജിയെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന്. നമുക്ക് നമ്മുടെ ചിന്തകളുടെ ഒരു മനഃശാസ്ത്ര എന്താണ് ചിന്തകളെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് ചിന്തകൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിൻ്റെ സയൻസ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫോർമേഷൻ എത്തുന്നത് 5 ഇന്ദ്രിയങ്ങൾ വഴിയാണ്. ഈ ഇങ്ങനെ കിട്ടുന്ന 5 ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന നമ്മുടെ ഇൻഫോർമേഷൻ നമ്മൾ ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കും. അതിനെയാണ് നമ്മൾ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ വീണ്ടും വീണ്ടും ഈ മെമ്മറിയിലേക്ക് ഇൻഫോർമേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. പുതിയതായി വരുന്ന ഇൻഫോർമേഷനും ഓൾറെഡി ഓർമ്മകളിൽ കിടക്കുന്ന ഇൻഫോർമേഷനുമായിട്ട് ബ്രെയിൻ ഒന്ന് താരതമ്യം ചെയ്തു നോക്കും. ഇപ്പോൾ നമ്മളൊരു ദുരന്ത വാർത്ത അല്ലെങ്കിൽ ഒരു അപകടത്തിൻ്റെ വാർത്ത കാണുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതേ തരത്തിലുള്ള ഒരു അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യും. എന്നാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കണക്ട് ചെയ്യിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളോട് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് വേണമെന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് ചിന്തകളുടെ സയൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചതിന് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ തലച്ചോറിൽ പ്രധാനമായിട്ടുള്ളത് ന്യൂറോൺസ് ആണ്, നാഡീകോശമെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. നമ്മുടെ തലച്ചോറിനുള്ളിൽ 100 ബില്യൺ ന്യൂറോണുകളുണ്ട് എന്നുള്ളതാണ് ഏതാണ്ടും ഒരു കണക്ക്. ഈ ന്യൂറോണുകളിൽ ചില പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോഴാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും ന്യൂറോ ട്രാൻസ്മിറ്ററെ കുറിച്ചൊക്കെ ഡോപ്പമൈനും സെറട്ടോണിനെ പറ്റിയൊക്കെ നമ്മൾ പല സ്പീക്കേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓക്സിറ്റോസിൻ തുടങ്ങിയവ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫോർമേഷനുകൾ, അതായത് 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് തലച്ചോറിലെത്തുന്ന ഇൻഫോർമേഷനുകൾ കണക്കായ ന്യൂറോ ട്രാൻസ്മിറ്റേഷനാണ് തലച്ചോറിനുള്ളിൽ നടക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ കൊടുക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ വഴി തലച്ചോറിലെത്തിക്കുന്ന ഓർമ്മകൾ ന്യൂറോണിലൂടെ കടന്നു പോകും. അവ ന്യൂറോണുകളുടെ ഉള്ളിൽ പ്രത്യേക രൂപത്തിലാണ് കടന്നു പോവുക. അതിനെ സിനാപ്റ്റിക് വെസിക്കിൾ എന്നാണ് പറയുക. ഈ സിനാപ്റ്റിക് വെസിക്കിളിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഊർജം വേണം. ആ ഊർജത്തിനാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇവയുടെ സഹായത്തോടെ ഇവ മൂവ് ചെയ്യുന്നു. ഒരു ന്യൂറോണും അടുത്ത ന്യൂറോണും തമ്മിലുള്ള ഇടയിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിന് സിനാപ്സ് എന്ന് പറയും. ഈ സിനാപ്സിനിടയിൽ വെച്ചിട്ട് ഇവ പൊട്ടും. അങ്ങനെ പൊട്ടുന്ന സമയത്ത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അവിടെ ചെതറിത്തെറിക്കും. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ അടുത്ത് നിൽക്കുന്ന ന്യൂറോണുകൾ സ്വീകരിക്കും. പിന്നീട് അത് സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് ആദ്യം പറഞ്ഞ രൂപത്തിൽ വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സയൻസ് ഏകദേശം മനസ്സിലായി കാണും. ഇതാണ് ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതിൻ്റെ ബേസിക് സയൻസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷന് തീർച്ചയായും പ്രാധാന്യമുണ്ട്.
അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കലാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രക്രിയയിലൂടെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മിക്കവാറും, പ്രത്യേകിച്ച് മദ്യാസക്തന് കാലഘട്ടത്തിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും നമ്മൾ എണീക്കുന്നത് തലേ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ചിന്തകൾ, നമ്മൾ കള്ളു കുടിക്കാൻ പോയ സ്ഥലങ്ങൾ, എവിടെയായിരുന്നു കുടിച്ചതെന്നൊക്കെ ഓർത്തിട്ടുള്ള ചിന്തകളിലൂടെയാണ്. അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പുണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും കാലത്തെയുള്ള സംഭവിച്ച ഏതെങ്കിലും കാര്യങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും സാധാരണ രീതിയിൽ രാവിലെ എണീക്കുന്നത്. എന്നാൽ ചില ആളുകൾ, അല്ലെങ്കിൽ ഒരു 10% ആളുകൾ ഭാവിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, കഴിഞ്ഞ കാലത്തെ ഓർത്ത് ചിന്തിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനെ തോട്ട് ലൂപ്പ് എന്നാണ് അതിന് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ? അപ്പോൾ അതിന് പറയുന്നത് സെയിം തോട്ട്സ് ലീഡ്സ് ടു സെയിം ചോയ്സ് എന്നാണ്. അതായത് എന്താണോ ഞാൻ ചിന്തിക്കുന്നത് അത് തന്നെ എൻ്റെ ചോയ്സായിട്ട് മാറും. ഒരേ ചിന്തകൾ ഒരേ ചോയ്സിലേക്ക് നമ്മളെ എത്തിക്കും. നമ്മൾ എന്താണോ സെയിം ചോയ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതാണ് നമ്മുടെ ഒരു ബിഹേവിയറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായിട്ട് നമ്മളെ മാറ്റുന്നത്. സെയിം ബിഹേവിയർ ലീഡ്സ് ടു സെയിം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ, അത് നമ്മളിൽ ഒരു സെയിം എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരും. അടുത്തതായി ശാസ്ത്രം പറയുന്നത് സെയിം എക്സ്പീരിയൻസ് ലീഡ് ടു സെയിം ഇമോഷൻ എന്നാണ്. അതായത് ആ എക്സ്പീരിയൻസ് നമ്മളെ സെയിം ഇമോഷൻ, നമ്മുടെ ഒരു വൈകാരികതയിലേക്ക് നയിക്കും. അപ്പോൾ സെയിം ഇമോഷൻസ് ലീഡ്സ് ടു സെയിം തോട്ട്സ്. നമ്മുടെ വികാരങ്ങൾ എന്താണോ ഉണ്ടാകുന്ന ആ വികാരങ്ങൾ നമ്മുടെ സെയിം ചിന്തകളിലേക്ക്, അതേ ചിന്തകളിലേക്ക് നയിക്കും. ഇതിനെയാണ് തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തോട്ട് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, നമ്മൾ എന്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതിലാണ് നമ്മൾ അവസാനിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുടെ ബ്രെയിനിൽ ആ തരത്തിലുള്ളൊരു വയറിങ് നടക്കുമെന്ന് പറയാറുണ്ട്. അവർക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് വരികയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വിജയിക്കുന്ന ആളുകളുടെ ബ്രെയിനിനുള്ളിൽ നടക്കുന്ന വയറിങ് ആൻഡ് ഫയറിങ് എന്ന് പറയും. നമ്മൾ ആദ്യം പറയുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പൊട്ടിത്തെറികളും എല്ലാം അവർക്ക് പുതിയ പുതിയ ചിന്തകളായിരിക്കും. അതായത് വിജയത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ, എങ്ങനെയാണ് ഭാവിയെ സക്സസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ ഈ വ്യത്യാസമാണ് ഒരു ആൽക്കഹോളിക്സ് അനോണമസിൽ അംഗം എന്ന രീതിയിൽ നമ്മൾ ചിന്തകളെക്കുറിച്ച് പഠിക്കേണ്ടത്. അതായത് നല്ല ചിന്തകൾ എപ്പോഴും നമ്മളെ വിജയത്തിലേക്കും, മോശമായ ചിന്തകൾ എപ്പോഴും നമ്മളെ നാശത്തിലേക്കും നയിക്കും. അപ്പോൾ സ്ഥിരമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള വയറിങ് ആൻഡ് ഫയറിങ് ആണ് നമ്മുടെ ബ്രെയിനുള്ളിൽ നടക്കുന്നതെങ്കിൽ അത് നമ്മുടെ പാറ്റേണായിട്ട് മാറും. അങ്ങനെയുള്ള പാറ്റേൺ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു പാറ്റേണായിട്ട് രൂപപ്പെടും. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവ കിടക്കും. ചില ആളുകൾ പലപ്പോഴും നെഗറ്റീവ് മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ ചില ആളുകൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ പ്രശ്നങ്ങളെ കാണൂ, അതിൻ്റെ സൊല്യൂഷൻസ് മാത്രമേ കാണൂ. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവായിട്ട് ഉള്ള ചിന്തകൾ, അല്ലെങ്കിൽ അങ്ങനെ സ്വഭാവം മാത്രം ചിന്തിക്കുന്ന ചിന്തകളുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഷിബു എന്ന് പറയുന്നത് എനിക്ക് 48 വയസ്സായി. ഈ 48 വയസ്സിനുള്ളിൽ എൻ്റെ ബ്രെയിനിലെത്തിയിട്ടുള്ള ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ വായിച്ച കാര്യങ്ങൾ, ഞാൻ കേട്ട കാര്യങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ സഹപാഠികൾ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം എൻ്റെ ബ്രെയിനിൽ റെക്കോർഡഡാണ്. ഇങ്ങനെ റെക്കോർഡഡ് കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി ഭാവിയിലേക്കുള്ള എൻ്റെ തീരുമാനങ്ങളിലേക്ക് എന്നെ നയിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരു 10-25 വർഷങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇത്തരം അറിവുകളും ചിന്തകളും, അല്ലെങ്കിൽ അറിവുകളും വായിച്ച് നേടിയ മനസ്സിലാക്കലുകളും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ടാകുമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അയാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ടാകാം. ഏതെങ്കിലും കാരണത്താൽ ഒരു ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നടക്കും. 2 കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ മറ്റൊരു കുടുംബത്തിൽ നിന്ന്, ഞാനൊരു കുടുംബത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും തലച്ചോറിൽ ഡിഫറെൻറ്റ് വയറിംഗ് ആണ് നടന്നിട്ടുള്ളത്. കാരണം 2 അറിവുകളാണ് കിട്ടിയിട്ടുള്ളത്, 2 സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്, 2 മാതാപിതാക്കളാണ്, 2 വിദ്യാഭ്യാസ യോഗ്യതകളാണ്. അപ്പോൾ തീർച്ചയായും അത് ഞങ്ങളെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പേരും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ചിന്തിക്കുന്നത് പോലും വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു ഫാക്ടറിയാണ്.
വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും രണ്ട് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ആ ഒരു ബ്രെയിനിൻ്റെ ഉള്ളിൽ ആ ഫാക്ടറിയിൽ പുറപ്പെടുവിക്കുന്ന ചില പ്രൊഡക്ട്സുകളാണ് കോർട്ടിസോൾ, അഡ്രിനാലിൻ, കൂടാതെ നോഡെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന കെമിക്കലുകളും ഈ ബ്രെയിൻ ഫാക്ടറിയിൽ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം എൻ്റെ ബ്രെയിനിലുണ്ടായ ആ വയറിങ്ങും അവളുടെ ബ്രെയിനിലുണ്ടായ വയറിങ്ങും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പരസ്പരം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് രണ്ട് മനുഷ്യർ ഒന്നിച്ച് പോകാൻ സാധിക്കാത്തത്, ഭയങ്കരമായിട്ട് വഴക്കടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെ കുടുംബം എന്താ ഒന്നിച്ച് പോകാൻ പറ്റാത്തത് എന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം അവർ രണ്ടുപേരുടെയും നെഗറ്റീവ് ചിന്തകൾ ചില കെമിക്കലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ നെഗറ്റീവ് ചിന്തകളാണ് ഇവർ രണ്ടുപേരെയും അകറ്റി നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ചിന്തകൾ, ഇത്തരം കെമിക്കലുകൾ തുടർച്ചയായിട്ട് ഒരു മനുഷ്യരിൽ 5, 6 അല്ലെങ്കിൽ 1 വർഷമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തകരാറിലാവും, അവർക്ക് പലതരം അസുഖങ്ങൾ വരും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ വന്ന് നമ്മുടെ ഫാക്ടറിയിൽ നല്ല ചിന്തകളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അപ്പോൾ പുറപ്പെടുവിക്കുന്ന നല്ല കെമിക്കൽസ് ഉണ്ട്. അതിനകത്ത് ഒരു കെമിക്കൽസിൻ്റെ പേരാണ് ഡോപ്പാമിൻ, അടുത്തതിൻ്റെ പേരാണ് സെറട്ടോണിൻ, അടുത്ത കെമിക്കലിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ. ഈ 3 കെമിക്കലുകളാണ് നല്ല ചിന്തകൾ മൂലം ബ്രെയിൻ ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചിന്തകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫാക്ടറിക്ക് നമ്മളുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ജോ ഡിസ്പെൻസ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത്, പ്രത്യേകിച്ച് ഈ ചിന്തകളുടെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ആളാണ് ജോ ഡിസ്പെൻസ. അദ്ദേഹം പറയുന്നത് തോട്ട്സ് ആർ ദ ലാംഗ്വേജ് ഓഫ് ദ ബ്രെയിൻ, ഫീലിങ്സ് ആർ ദ ലാംഗ്വേജ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിന്തകളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയാണ് ഫീലിങ്സ്, വികാരങ്ങൾ, ഭയം, നീരസം എന്ന് പറയുന്ന വികാരങ്ങൾ. അതുകൊണ്ട് ഈ വികാരങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഡെവലപ്പായ ഒരു സയൻസാണ് എപ്പിജെനറ്റിക്സ്. ഈ ശാസ്ത്രമേഖല പറയുന്നത് നമ്മുടെ ജീനുകളെ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സുകളാണ്, വികാരങ്ങളാണ്. നമ്മൾ നേരത്തെ ഒരു തോട്ട് ലൂപ്പിനെ കുറിച്ച് സംസാരിച്ചു. അതായത് ചിന്തകൾ ചോയ്സുകളാവും, ചോയ്സുകൾ ബിഹേവിയർ ആകും, ബിഹേവിയർ എക്സ്പീരിയൻസ് ആവും, എക്സ്പീരിയൻസ് ഇമോഷൻസ് ആവും, ഇമോഷൻസ് ഫീലിങ്സ് ആവും, ഫീലിങ്സുകൾ തോട്ട്സായി മാറും. ഇതിനെയാണ് തോട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ സംസാരിക്കുന്നവർ അവരവർക്ക് മാറ്റാൻ കഴിയാത്തത് അവരങ്ങനെ അവരുടെ ബ്രെയിനിൽ ആ വയറിങ് നടന്നതുകൊണ്ടാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു അംഗം മാറുക എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഒരാൾ പറ്റിച്ചതിനെക്കുറിച്ചോ ഒരാൾ ചതിച്ചതിനെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, നമ്മുടെ പരീക്ഷയിൽ നമ്മൾ തോറ്റതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, നമ്മുടെ ഒരാൾ മരിച്ചതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാകും. അവ ചില ഹോർമോൺസുകളും കെമിക്കൽസുകളും നമ്മുടെ ബ്രെയിനിലുണ്ടാക്കും. അത് എപ്പോഴും സിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിനെ എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. സിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും, ചിലപ്പോൾ എതിർത്ത് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഒരു അംഗം നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ സിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളെ ഒരു സർവൈവൽ മോഡിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ജീനുകളുടെ ഡൗൺ റെഗുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് നമ്മുടെ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ട്രിഗർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സിസ്റ്റമുണ്ട്. ദഹനേന്ദ്രിയ സിസ്റ്റമുണ്ട്, കാർഡിയോ വാസ്കുലർ സിസ്റ്റമുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ സിസ്റ്റത്തിനെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. കാരണം മുഴുവൻ ഊർജവും നമ്മൾ അതിനുവേണ്ടി പാഴാക്കുകയാണ്. മുഴുവൻ ഊർജവും സിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഒരാൾക്കാണ് ബ്ലഡ് പ്രഷർ കൂടുക, ഡയബറ്റിക് ഡിസീസ്, കാർഡിയോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇത്തരം ചിന്തകൾ കൊണ്ടാണ്. അപ്പോൾ നെഗറ്റീവായ ചിന്തകളുടെ ലൂപ്പിലേക്ക് നമ്മൾ പോകാതിരിക്കുകയാണ് ഒരു ആൽക്കഹോളിക്സ് അനോണിമസ് അംഗത്തിന് ഏറ്റവും ഉത്തമമായിട്ട് വേണ്ടത്.
സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഓവറായിട്ട് ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾക്ക് നല്ലത്. നമ്മളുടെ സ്ട്രെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെസ്സാണ് ഇമോഷണൽ സ്ട്രെസ്സ്. അപ്പോൾ ഭയവും നീരസവും ഒക്കെ വരുന്നത് ഈ ഇമോഷണൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളൊരു എയിലെത്തുമ്പോൾ ഒരു 30 വയസ്സിലോ 40 വയസ്സിലോ 50 വയസ്സിലോ ഒക്കെ ആണെങ്കിൽ അത്രയും വർഷത്തിന് ശേഷമാണ് നമ്മൾ എയിലെത്തുന്നത്. അപ്പോൾ അയാൾക്ക് മാറുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾക്കറിയാം ആൽക്കഹോളിസം അംഗങ്ങൾ വലിയൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ ആഴത്തിലുള്ള വേരുകൾ മുറിച്ച് മാറ്റണമെങ്കിൽ നമ്മൾ കുറേ ശ്രമങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പോൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതാകും നല്ലത്. ഇപ്പോൾ നമ്മൾ എയിലെത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലുണ്ടായ മെച്ചങ്ങൾ, ഏതായാലും ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നമ്മുടെ ജോലി, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്തൊക്കെ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മളെ പറ്റിച്ചു എന്നതാണെങ്കിൽ നമ്മൾക്ക് ആ ചിന്ത വരേണ്ടത് ഫോർഗിവിങ്, നമുക്ക് അവരോട് ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചിന്തകളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ മാറ്റുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഹോർമോൺസുകൾ നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കും. അത് നമ്മുടെ എനർജിയെ ഒരുപാട് കൂട്ടും. അപ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടത് ചിന്തകളെക്കുറിച്ചുള്ളൊരു അവയർനെസ് ആണ്. ഒരു ചിന്ത വരുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾക്ക് തന്നെ തോന്നണം. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്, അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. ഇവിടെയാണ് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ആക്ടിവേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കൊരു തീരുമാനങ്ങളൊക്കെ എടുത്ത് ഒരു ഡിസിഷനൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ കുറേ സമയമെടുക്കും. പക്ഷേ ഒരു എയിൽ വന്ന കുറേ ആളുകൾ നിരന്തരമായിട്ട് എ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകളെല്ലാം, ഭയത്തെക്കുറിച്ചും നീരസത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. അതായത് എയിലെത്തുന്ന ഒരാൾ 30 വർഷത്തിന് ശേഷമാണ് വരുന്നത് എങ്കിൽ 30 വർഷം കൊണ്ടുണ്ടായ വികാരങ്ങളെ 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം എയിൽ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു പുതിയ പ്രൂണിങ് നടക്കുന്നുണ്ട്. അതായത് പഴയ നമ്മുടെ ഇതെല്ലാം പോയി പുതിയ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും. പുതിയ ചിന്തകൾ അവിടെ കടന്നു വരും. അത് കുറച്ച് ലോങ് ടൈം ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ വഴി തലച്ചോറുകളിലേക്ക് കയറുന്ന ഇൻപുട്ടിന് നമ്മൾ നല്ല ഇൻപുട്ടുകൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ സ്ഥിരമായി പോകുന്നതിലൂടെയും നമ്മുടെ സാഹിത്യങ്ങളെല്ലാം വായിക്കുന്നതിലൂടെയും ഈ ചിന്തകളെല്ലാം മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട്, ഒരു പ്രോസസ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 5 ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ ബ്രെയിൻ മാസ്റ്ററും നമ്മുടെ ബോഡി അതിൻ്റെ സെർവൻറ്റുമാണ്. അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡും ബോഡി എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡുമാണ്. ഇപ്പം സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് മദ്യപിക്കാൻ പറ്റില്ല എന്ന് അയാൾക്കറിയാം. എങ്കിലും അയാളുടെ ശീലം അയാളുടെ ബ്രെയിന് അങ്ങനെ വീണ്ടും വീണ്ടും കുടിക്കുന്ന ഒരു ലെവലിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മദ്യം കാണുമ്പോൾ അയാൾക്കൊരു ക്രേവിങ് വരും. അങ്ങനെ ആർത്തി മൂത്ത് അയാൾ വീണ്ടും മദ്യം കഴിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് ആ ക്രേവിങ്ങിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ബ്രെയിൻ എന്ന് പറയുന്ന മാസ്റ്ററുടെ സെർവൻ്റാണ് ബോഡി. അപ്പോൾ ഈ മാസ്റ്ററിന് നമ്മൾക്ക് നല്ല കാര്യങ്ങൾ, ചിന്തകൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല ഈ ക്രേവിങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ആശയങ്ങൾ കിട്ടുകയും നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ ലോങ് ടൈം സോബറിറ്റി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് ബോഡി ലവ്സ് ഫെമിലാരിറ്റി എന്ന് പറയും. അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യത്തെ അത് സ്നേഹിക്കും. അതിന് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. ഇപ്പോൾ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്ന ഒരാളാണെങ്കിൽ അയാളെ എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് തന്നെ പറയാനായിരിക്കും ഇഷ്ടം. ഒരു മദ്യാസക്തന് മദ്യപിക്കാൻ അറിയില്ല, മദ്യപിക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും അത് തിന്നുകൊണ്ട് മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നത് ബ്രെയിൻ്റെ ഈ സ്ഥിരമായ പ്രവർത്തനം മൂലമാണ്, ശീലം മൂലമാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഇഷ്ടപ്പെടുന്നതും അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണോ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് നമ്മളുടെ സെർവൻ്റായ ബോഡിക്ക് നമ്മുടെ ചാവി കൊടുക്കരുത്. അതിന് ബ്രെയിനിനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്
സ്ഥിരമായി ആൽക്കഹോളിസം അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഈ ഭയത്തെക്കുറിച്ചും നീരസത്തെക്കുറിച്ചുള്ള ഇത്തരം ഷെയറിങ്ങുകളും അല്ലെങ്കിൽ ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളും ഒക്കെ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ എപ്പോഴും ആക്റ്റീവായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ ചില നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ഒരു മെൻ്റൽ റിഹേഴ്സൽ, അതായത് നമ്മളൊരു കുറേ കാലത്തേക്ക് സോബറായിട്ട് നിൽക്കുന്നു, നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നു, നമ്മൾക്ക് നല്ല വീട് പണിയുന്നു, കാട് പണിയുന്നു, ഇത്തരം കുറേ സന്തോഷകരമായ സ്വപ്നങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ബോഡി അതിനോട് കൂടുതൽ ഫെമിലിയറായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുമെന്ന് പറയുന്നു. ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു മെൻ്റൽ റിഹേഴ്സൽ എടുക്കുന്നുണ്ട്. എവിടെയാണ് അത് തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്. ഇത്തരം റിഹേഴ്സലുകൾ തുടങ്ങുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുയോജ്യമായിട്ട് ചിലപ്പോൾ നമുക്ക് ലോൺ കിട്ടിയെന്ന് വരാം, ഉടനെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ലോൺ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയെന്ന് വരാം. ഇതെല്ലാം നമ്മൾ മെൻ്റൽ റിഹേഴ്സൽ എടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഏത് നേടാനും ഈ മെൻ്റൽ റിഹേഴ്സൽ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഭയത്തെ നീരസയും മാറ്റാനും നമ്മളൊരു മെൻ്റൽ റിഹേഴ്സൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ ദിവസവും കുടിക്കാതിരിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ആൽക്കഹോളിസം അനോണിമസിലെ മീറ്റിങ്ങിനെ കുറിച്ചും ആൽക്കഹോളിസം അനോണിമസിലെ റിക്കവറിയിലെ അംഗങ്ങളെക്കുറിച്ചും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സുബോധത്തെക്കുറിച്ച് കൂടുതൽ ചിന്തകൾ വരികയും അത് മെൻ്റൽ റിഹേഴ്സലായി മാറുകയും സ്ഥിരമായിട്ടുള്ള മെൻ്റൽ റിഹേഴ്സൽ നമുക്ക് സുബോധത്തെ കൊണ്ടുവരികയും ചെയ്യും. നമുക്കിതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം, പിന്നെ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാകണം. അതോടൊപ്പം മറക്കാതെ ഒരു മെൻ്റൽ റിഹേഴ്സലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ ഏതൊരു വ്യക്തിക്കും ചിന്തകളെ നിയന്ത്രിക്കാനും ഭയത്തെയും നീരസത്തെയും മാറ്റിവെക്കാനും സാധിക്കും. അങ്ങനെ അവരുടെ മാനസികാരോഗ്യവും ജീവിത വിജയവും നേടുവാനും സാധിക്കും.